കാലത്ത് തന്നെ വിശർത്ത് കുടിച്ച പണി എന്താണ് ദിവസം അടിപൊളി എടുത്ത് തീർന്നു. ഇപ്പം ഇനി പറട്ടെ, വണ്ടി എന്തായാലും നന്നായിട്ട് ഒതുങ്ങി നിൽക്കണം. നമുക്ക് ചായ കുടിച്ചില്ലെങ്കിലും വണ്ടി നല്ല സേഫ്റ്റി ആയിട്ട് ഒതുങ്ങി നിൽക്കണം, അത് കാരണം കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റുന്ന ലോഡുകൾ കേട്ടോ. ഇതിവിടെ ഒരു കയറണൊക്കെ നടന്ന് 4 വീൽ തന്നെ പറ്റുള്ളത്. ഡ്രസ്സ് ഞാനിവിടെ വിരിച്ചിട്ടു, രണ്ടും ഇവിടെ വണ്ടിയിലാണ് കയറെടുത്തിട്ട് ഇവിടെ വിരിച്ചിട്ട് ഇവിടെ നമ്മളങ്ങനെ കെട്ടി പകുതിയായി. നമ്മുടെ ലോഡ് കയറ്റൽ കഴിഞ്ഞു കേട്ടോ. ബായ്. അപ്പം ഇനി പുറകിൽ പോയിട്ട് കുളിക്കാം. ഇതെൻ്റെ കുളിക്കാനുള്ള സോപ്പ് അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞു. പേടിച്ച് എന്നാ കുളിച്ചേ. നമസ്കാരം എല്ലാവർക്കും. പള്ളിക്കുന്ന നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പൊൻകുന്നത്താണ്. പൊൻകുന്നത്ത് ഇവിടെ പുലർച്ചെ വന്നത്, രാത്രി അവിടെ നിന്ന് എടുത്ത് പോകുന്നത് പുലർച്ചെ ഇവിടെ എത്തി. ഉറക്കം കഴിഞ്ഞ് ഉറക്കത്തെ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഇവിടുന്ന് ലോഡ് കയറണം. അപ്പോൾ നമ്മൾക്ക് ലോഡ് ട്രിപ്പ് ഇവിടേക്കാണ്, തിരുനെൽവേലിക്കാണ്. ഇപ്പോൾ കട്ടൻസ് അങ്ങനത്തെ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താനാണ് വേണം. വണ്ടി താഴത്താണ് എടുക്കണേ. ഞാൻ ചായ കുടിക്കുക, ചായ ഒക്കെ കൊണ്ട് ഇറങ്ങിയതാണ്. പത്രമൊക്കെ മേടിക്കണം, അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ആ വണ്ടി പോകണില്ലേ, അത് പൊൻകുന്നത്ത് കുമ്മളിൽ നിന്ന് കോട്ടയം പോകണ KK റോഡാണത്. നമ്മുടെ മുന്നിൽ കാണുന്നത് പൊൻകുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്കാണ്. ബസ് സ്റ്റാൻഡും കണ്ടൂടെ. പൊൻകുന്നം വലിയ കുഴപ്പമില്ല കേട്ടോ. കണ്ടോ, നേരെ പോലത്തെ 7:32 ആയിട്ടുള്ളൂ കേട്ടോ. 7:32 ആയിട്ടുള്ളൂ. ഒരു പാർട്ടി 9 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞാൽ. ഇതുണ്ട്, ഇതാണ് പൊൻകുന്നം. ആ മുന്നിൽ കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അങ്ങോട്ട് പോയാൽ പാലാത്തോടുകൂടിയൊക്കെ ഇവിടേക്ക് പോവാം. ഇവിടെ കൊണ്ട് താഴത്ത് ഇറങ്ങണം. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ പോവാം. കാലത്ത് തൊട്ട് നമ്മളിപ്പോൾ കേൾക്കണ അമ്പലത്തിലെ പാട്ടാ. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചു കാലത്ത് തന്നെ പണി തുടങ്ങാം. പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ പായ കട്ടയ്ക്കില്ല. അപ്പോൾ ഞാൻ വണ്ടി അതനുസരിച്ചാണ് ഇന്നലെ കൂടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇങ്ങനെ കയറ്റത്തേക്ക് നമുക്ക് അങ്ങോട്ടാണ് പോകണ്ട കേട്ടോ, നേരെ നമുക്ക് പോകണ്ടേ ലോഡ് കയറ്റേ. ഞാൻ ആദ്യം കൊണ്ടുവന്ന് വണ്ടി ഈ കാർ എടുക്കണില്ലേ, ഇത് അവിടെ കൊണ്ട് നിർത്തിയേ. അപ്പോൾ ചില മഴ പെയ്യുന്നുണ്ട്, രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ അങ്ങനെ നിർത്തിയില്ലേ. ഫ്രണ്ട് അങ്ങോട്ട് കുത്തി കിടക്കണ പറഞ്ഞേ വെള്ളം വണ്ടിയിൽ കെട്ടിയെടുക്കും. അപ്പോൾ അത് ഞാൻ വണ്ടി രാത്രി തന്നെ തിരിച്ച് ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ പായ ഇനി മടക്കാം. കാരണം ഇനിയിപ്പോൾ കയറ്റാൻ പോണ ലോഡെന്ന് പറഞ്ഞാൽ നമുക്ക് പായ നമ്മൾ മടക്കാഞ്ഞ തന്നെ ചില സൗകര്യം കിട്ടാഞ്ഞ കാരണമായിരുന്നു. കോടിമതിലൊക്കെ ആകെ ചെളിവിളിയോടെ എടുക്കണോ. ഇങ്ങനെ നിർത്തി കാരണം കണ്ടോ, തരി വെള്ളം നിൽക്കണല്ലോ വണ്ടിക്കകത്ത്. നമ്മൾ ഫ്രണ്ട് അങ്ങോട്ട് കുത്തി ചേർത്തിയപ്പോഴേ നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ട. ഇങ്ങോട്ട് കുത്തി ചേർത്തിയപ്പോൾ മഴ പെയ്തപ്പോൾ ആ പിക്കപ്പ് കിടക്കണുണ്ട്, കാറ് കിടക്കണ്ട. അതുപോലെ നമ്മൾ അവിടെ നമ്മൾ നിർത്തിയെന്നല്ലേ, അവിടെ നിർത്തിയപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം മുഴുവുള്ളൂ. അതാണ് തിരിച്ചുവിടെ നിർത്തിയേ. അപ്പം ഇനി ആ പായൊക്കെ മടക്കി വെക്കട്ടെ. അപ്പം നമ്മളെന്തോ മരത്തിൻ്റെ എന്തോ പീസ കയറ്റണം എന്ന് പറഞ്ഞു. അല്ല, ഇത് പൊൻകുന്നത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ഇനി ഞാൻ പോയിട്ട് ആ പായ മടക്കി വെക്കട്ടെ. ഇനി അവർ പാർട്ടി ഇപ്പം 7:45. ഇനി പാർട്ടി 9 മണിയാകുമ്പോൾ വരും. അപ്പോഴത്തേക്ക് ചെയ്യട്ടെ. കാലത്ത് തന്നെ വിശർത്ത് കുടിച്ച പണി എന്താണ് ദിവസം അടിപൊളി എടുത്ത് തീർന്നു. അടിപൊളി പണി. പായ അഴിക്കാൻ കഴിഞ്ഞാൽ ഞാനെന്തായാലും അവിടെ നിന്ന് പായ അഴിക്കാൻ കാരണം ഇന്നലെ രാത്രി ലോഡായി കഴിഞ്ഞു. ലോഡ് ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോൾ കൺഫേം ആയി. പിന്നെ ആ കോടിമതിട്ട് അഴിക്കാൻ ചെന്നു വെച്ചാൽ അവിടെ ആകെ ചെളിപിളിയാണ്. അത് കാരണം അവിടെ അഴിക്കാഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ട് പിന്നെ ഞാൻ മറ്റേ കൊല്ലത്ത് ഇറക്കിയിട്ട് ലോഡ് ഇറക്കിയിട്ട് ചക്കോളി ലോഡ് ഇറക്കിയിട്ട് പിന്നെ അഴിക്കാതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് വല്ല വളമോ അരി അങ്ങനെയൊക്കെ എന്തെങ്കിലും ലോഡ കിട്ടുക വെച്ചാൽ ബോഡി നനയാൻ പാടില്ല. അപ്പോൾ അത് കാരണമാണ് പിന്നെ അഴിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ മരത്തിൻ്റെ എന്താ സാധനം പറഞ്ഞാൽ ബോഡി നനഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഷർട്ട് ഇടാത്തതെന്ന് ആരും ഒന്നും പറയാനുണ്ട്. കാരണം ഇപ്പോൾ ഇതുപോലെ വേർത്ത് വിളിച്ചിരിക്കുമ്പോൾ നമുക്ക്, കാരണം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രക്ക് ലൈഫാണ്. അതായത് ഒരു ലോറി ഡ്രൈവറുടെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പറഞ്ഞ ആളല്ല. ഒരു ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചു തരണത്. ഇത് കണ്ടോ, 4 ദിവസം മഴ, 5-6 ദിവസം മഴ പെയ്തിട്ടുണ്ടോ. ബോഡി ഉണ്ടോ, ഒരു കുഴപ്പമില്ല, സൂപ്പർ എടുക്കണേ. അതായത് നേരത്തെ പറഞ്ഞാൽ നമ്മൾ വല്ല എന്താ പറയുക, വല്ല വളമോ അല്ലെങ്കിൽ അരിയോ അങ്ങനത്തെ ഒരു സാധനം കയറ്റണമെങ്കിൽ പിന്നെ നമുക്ക് അപ്പോൾ കയറ്റി നിർത്തി എന്നിട്ട് ബോഡി പായ കട്ടയച്ചായില്ലോ. അപ്പോൾ ബോഡി നനയില്ലോ. അതേപോലെ തുടയ്ക്കാനൊക്കെ നിൽക്കണം. അതാണ് ഞാൻ പിന്നെ പായ ലോഡ് ഇറക്കി ഓടിക്കാൻ ഞാൻ കെട്ടാണ്ടിരുന്നത്. ബേക്ക് ഡോർ ഇതുപോലെ തുറന്നിട്ടു. അപ്പോൾ വെള്ളം പുറകെ കൂടെ പൊക്കോളൂല്ലോ.
അപ്പം ഇനി ബേക്ക് ഡോർ അടയ്ക്കട്ടെ. പാർട്ടി ഇപ്പോൾ വരും. അവർ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് എവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകണം വണ്ടി. ഇങ്ങോട്ടാ പോകണ്ടേ? ഇതാ ലോഡ് നിൽക്കില്ല, അങ്ങോട്ടാ പോകണ്ടേ. പിന്നെ നമ്മൾ വണ്ടി തിരിച്ചു വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ അവർ വരട്ടെ. അപ്പം നമ്മൾ വണ്ടി അങ്ങനെ ലോഡ് കയറ്റാൻ പോകണം. ഇനി ഇവിടുന്ന് തിരിച്ച് വേണം പോകാൻ. അപ്പോൾ പാർട്ടി വന്നു. അവിടെ കുറച്ച് മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്താൻ പറഞ്ഞില്ല. ഇനി ഇവിടെ വട്ടടിക്കണം. ഇനി നമ്മൾ യാത്രയുടെ മറ്റേ മണിമല റൂട്ടാട്ടോ. മണിമല ഈ റൂട്ടിൽ ഒരു 7 കിലോമീറ്റർ പോയിട്ട് വണ്ടി നിർത്താനാണ് പറഞ്ഞാണ്. ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞ് എന്തോ ഫർണിച്ചർ കമ്പനി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ. എൻ്റെ ഫോണിന് എന്തോ കുഴപ്പമുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ സ്റ്റക്കായി പോവുക. അത് വഴിയാണല്ലോ. കുഴപ്പമില്ലട്ടോ. ആദ്യം വളവ് നിരുള്ള വഴിയാ. എന്തായാലും വളവൊക്കെ എന്തായാലും വളവുണ്ടെങ്കിലും നല്ല വീതി ഉണ്ട് വഴിക്ക്. അത് കാരണം കലാപില്ല. വീതിയുണ്ട്. നല്ല റബ്ബറൈസർ റോഡുമാണ്. അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവരെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. റോഡ് പണിയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ കാരവരം വരും. കാരണം ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്. മണിമല നമ്മളീ വഴിക്കല്ലാട്ടോ തിരിച്ചു വരും. ഇവിടുന്ന് ലോഡ് കയറ്റി നേരെ പത്തനാപുരം വഴിക്ക് പോകാന്ന് പറഞ്ഞാൽ. പത്തനാപുരം പുനലൂർ അങ്ങനെ പോകാന്ന് പറഞ്ഞ. വളവ് കഴിഞ്ഞുണ്ട്. കിടക്കണ പാലാമുണ്ടക്കയം, അന്നാമരിയ ഇതൊക്കെ പെർമിറ്റ് തീർന്നു പോകും ചിലപ്പോൾ. ഓരോ പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ പെർമിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ കണ്ണൂർ ഇപ്പോൾ ബസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ബസ്സിലല്ലേ പോകുള്ളൂ. പഴയ പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇറക്കം കഴിഞ്ഞു കേട്ടോ. അമ്പലം നോക്കിയാ പടിഞ്ഞാറ് ചിറക്കടവ് അമ്പലം. ചിറക്കടവ് ഈ അമ്പലത്തിന്റെ പേരാണ് ചിറക്കടവ് അമ്പലം. ഈ സ്ഥലത്തിന്റെ പേരാണ് ചിറക്കടവ്. ഇവിടെയൊക്കെ ലിമിറ്റഡ് ഷോപ്പ് കുറവാട്ടോ. അതിന് പെർമിറ്റ് കട്ടായിട്ട് ഓടാതെ ഇറക്കണമെന്ന് അറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഓർണ സൈഡാക്കിയിട്ട് ഒരു വണ്ടി മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഓർഡിനറി വണ്ടികളെ കാണണം. ഇത് നേരെ പുനലൂര്, പത്തനാപുരം, പുനലൂര്, ചെങ്കോട്ട അങ്ങനെ പോവാവുന്ന വഴിയാട്ടത്. അവിടെ പിന്നിൽ ബൈക്കിൽ പാർട്ടി ഉണ്ട്. പാർട്ടി പറഞ്ഞ 7 കിലോമീറ്റർ കഴിയുമ്പോൾ നിർത്താനാ പറഞ്ഞ. അപ്പൊ കയറി പോണാണ് പാർട്ടി. ഇതിൽ പോണാണ് പാർട്ടി. TN 72 തിരുനെല്ലുവേലി വണ്ടിയാണല്ലോ ബൈക്കുകളുടെ. ഇവിടുന്ന് അവരുടെ ഫാക്ടറി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ. ഒരു കണക്കിന് പറഞ്ഞാൽ ലോക്കൽ ഓടുന്ന ലാഭമാട്ടോ. പക്ഷെ നമ്മ ബോഡിയൊക്കെ എനിക്ക് ദേഹമൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടാവും. ജാതി വേദനയായി ഈ ലോക്കൽ ഓടുമ്പോൾ. ഇപ്പൊ കണ്ടില്ലേ കാലത്ത് തന്നെ ടാർപ്പ്. പിന്നെ കാലത്ത് പിന്നെ പായ കട്ടാച്ചാൽ കൂടുവണ്ടിയാണ് നമുക്ക് കട്ടാക്കിന്റെ കാര്യമില്ല. കൂടുവണ്ടിയുടെ ഗുണം കൂടുവണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി കട്ടഴിക്കാൻ വേണ്ട, ലോഡ് കയറ്റിട്ട് പായിട്ട് കെട്ടുവാൻ വേണ്ട. എത്ര പണി കുറഞ്ഞറിയാം. തടി വണ്ടി പോണോ നോക്കിയേ. നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. ഏതാ തെക്കേത്ത് കവല. തെക്കേത്ത് കവല കഴിഞ്ഞിട്ട് നിർത്താനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഡൗട്ട് പറഞ്ഞ പാർട്ടി അങ്ങോട്ട് വന്ന. പാർട്ടി അവിടെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുന്നുണ്ട്.
ഇതാണ് തെക്കേത്ത് കവല. കുഴപ്പമില്ലാത്തൊരു ടൗൺ ഉണ്ടോ തെക്കേത്ത് കവല. ഇങ്ങോട്ട് തിരിയാൻ ഇൻഡിക്കേറ്റർ. നമ്മളെ വണ്ടി അവിടെ കൊണ്ടിട്ട് എപ്പോൾ ലോഡ് കയറ്റും എന്നുള്ളവർ ആർക്കും അറിയില്ല. ഈ പുനലൂർക്ക് 77 കിലോമീറ്റർ ഉണ്ട്. പുനലൂര് തിരുനെൽവേലി വരെ ഉള്ളത്. കാരണം കുഴപ്പമില്ല. നാളെ കാലത്ത് വൈകുന്നേരം പോയാലും കാലത്ത് ഇറക്കി കിട്ടും. പിന്നെ ലോഡ് അധികം ഇല്ല, ഒരു 5 ടൺ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ പാട്ടി വെച്ചപ്പോൾ ഇയാൾ പറഞ്ഞ 5 ഇല്ലെന്ന് പറഞ്ഞത്. ഒരു പള്ളി പട്ടന്നില്ല, ഈ സ്ഥലത്തിന് പട്ടന്നില്ല. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പട്ടന്നിലം. നാടൻ ഹൈവേ പാലസ്, നാടൻ തട്ടുകട. അങ്ങനത്തെ വീടുകളൊക്കെ കിട്ടണ സ്ഥലങ്ങളാണ് അധികം. വണ്ടി നിർത്തുമ്പോ വല്ല ചായ ഒക്കെ കിട്ടണ സ്ഥലത്താണ് നിർത്തിയാൽ ചേർന്നു. കാലത്തൊരു കാലിച്ചായ കുടിച്ചു, ചായ വല്ലതും കൂടെ നടത്തുമ്പോൾ നിർത്തിയാൽ ചേർന്നു. സ്ഥലമായി. നമ്മ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഇവിടെ കുഴപ്പമില്ല. സേഫ്റ്റിയുടെ വണ്ടി ഒതുക്കി കിടന്നില്ല. ചായക്കട വന്നൊരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ലോഡ് കയറ്റാൻ ഇപ്പോൾ 1/2 മണിക്കൂറിനാണ് ലോഡ് കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ലോഡ് കയറ്റുമ്പോൾ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞു. ഇത് പത്തനംതിട്ടയാണെന്ന് തോന്നുന്നുണ്ടോ ജില്ല. കാവുംഭാഗം ആൻ്റണി MP എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ടോ? അത് പറയാനാണ് കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തനംതിട്ടയാണെന്ന്. അതോ ഇനി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. റെഡി ഫോർ സെയിൽ. ഇപ്പം ഇനി വരട്ടെ. വണ്ടി എന്തായാലും നന്നായിട്ട് ഒതുങ്ങി നിൽക്കണം. നമുക്ക് ചായ കുടിച്ചില്ലെങ്കിലും വണ്ടി നല്ല സേഫ്റ്റി ആയിട്ട് ഒതുങ്ങി നിൽക്കണം. അത് കാരണം കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു പാർട്ടിയുടെ ഒരാളിപ്പോൾ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞ വണ്ടി എടുത്ത് അവിടെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ പാർട്ടിയോട് പറഞ്ഞു, ചായക്കട കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞാൽ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. ആ ബൈക്കിൽ പോകണമാണ് പാർട്ടി. റൈറ്റ് തിരിഞ്ഞ് പോകണം. ഇനി അവിടെ ചായക്കട പോവോ? ഏത് നമ്മുടെ മരൊട്ടിച്ചാലും ഞങ്ങളുടെ വീടിന്റെ ഭാഗമുള്ള സ്ഥലം പോലത്തെ എന്തോ ഗ്രാമപ്രദേശം ഉണ്ട്. റബ്ബർ കൃഷിയാണ് അധികം. റബ്ബർ കൃഷികളാണ് അധികം. കുഴപ്പമില്ലാത്ത വീടുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ചിലപ്പോഴത്തെ വഴി ബൈക്കിൽ പോകണാണ് പാർട്ടി. ലോഡ് കയറ്റി നടത്തിയ ആളാണുണ്ട്. ആള് വണ്ടി ഒതുക്കാനുള്ള സ്ഥലമാണ് ചേട്ടൻ നോക്കണേ. ഇവിടെ നിർത്തി നോക്കിയപ്പോൾ അവിടെ ഒതുക്കാൻ പറ്റില്ല. ഒതുക്കിയാലേ വേറെ ഒന്നല്ല, ഈ മഴ പെയ്ത് കിടക്കണ കാരണേ ആള് വണ്ടി സംഭവം ഒതുങ്ങാനുള്ള വീതിക്കുണ്ട്. പക്ഷെ മഴ പെയ്ത് കിടക്കണ കാരണം നമ്മൾ ചിലപ്പോൾ വണ്ടി എടുക്കാൻ നോക്കുള്ളൂ. ഇപ്പൊ പുല്ലാണ്. വണ്ടി ചിലപ്പോൾ അവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞു മാറിയ പണി പാളും. പിന്നെ കെട്ടി വലിക്കാനൊക്കെ നിൽക്കേണ്ടി വരും. എന്ത് കാര്യത്തിനത്
വഴിക്ക് വരുമ്പോഴാണ്. കാരണം ചില ബൈക്കാരൊക്കെ അതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനത്തെ വഴിക്ക് വലിയ വണ്ടി വരാം പറഞ്ഞ വഴിയല്ലേ. ഈ വഴിക്കൊരു വലിയ വീട് കണ്ടോ. അതിവിടെ ഒതുക്കാം, നല്ലത് ഇവിടെ ഒതുക്കാം. ഇവിടെ അതിനേക്കാൾ നല്ലത് ഇവിടെ ഒതുക്കാം. ഇവിടെ നമ്മൾ നല്ല ലെവലായിട്ട് കിടന്നോളൂ വണ്ടി. നമ്മളിനി ചായ കുടിക്കാൻ പോട്ടെ. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് വരന്തരപ്പള്ളിയാട്ടോ. വരന്തരപ്പള്ളി എൻ്റെ വീടുമായിട്ട് 4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ബൈക്കിലെ പോണ ഈ ചേട്ടൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ മരോട്ടിച്ചാല നാട്ടിലുണ്ടെന്ന് പറഞ്ഞ ആളുടെ. അല്ല നമ്മൾ നേരത്തെ വന്ന ഹൈവേയിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടി നേരത്തെ കിടന്ന അവിടെയാണ് വണ്ടി കിടന്നത്. ഇവിടെ എങ്ങാണ്ട് ചായക്കടയാണെന്ന് പറഞ്ഞത്. നമുക്കിനി പോവാണെങ്കിൽ നേരെ വഴിക്കാൻ പോയാൽ പോരാ. നമുക്കിപ്പോൾ വണ്ടി കിട്ടില്ലേ, അതുവഴി ഇറങ്ങി പോരാ. ഈ ചെറുവള്ളി ജംഗ്ഷൻ നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റൊക്കെ ഉള്ളതാണോ? അതല്ല ഇത് ചെറുവള്ളി അമ്പലം ജംഗ്ഷൻ ഞങ്ങളുടെ അവിടെ നല്ല എരുമേലിയാ. ഞാൻ നാളെ പോയിനോ ശബരിമലയ്ക്ക് പോയപ്പോ ഞാൻ അതിൽ പോയാ ചെറുവള്ളി എസ്റ്റേറ്റിന്. എൻ്റെ വീട് എരുമേലില്ല. ഇതേ പൈനാപ്പിൾ തരണം. ഒരമ്പലമൊക്കെ വഴിയാ. പൈനാപ്പിൾ തരണം. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. നാഷണൽ ഹൈവേ അല്ല, സ്റ്റേറ്റ് ഹൈവേ ആണ്. ചെറുവള്ളി ദേവി ക്ഷേത്രം. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോടാ. ചെറുവള്ളി ദേവി ക്ഷേത്രം ഫേമസ് അമ്പലം എന്ന് പറഞ്ഞ അടിപൊളി റോഡാട്ടോ, ഒന്നും പറയാനില്ല. ഇത് അങ്ങ് വരെ പൊല്ലൂർ എങ്ങനെ തന്നെയാണോ? അടിപൊളി റോഡാണ്, റബ്ബറൈസർ റോഡാണ്, അടിപൊളി സാധനം. ഇത് ഒരു ഗ്രാമപ്രദേശമാണ്, എന്നാലും ടൗണിൻ്റെ എല്ലാ ഒരു സെറ്റപ്പാണ്. ഉണ്ട് ആ വടിയുടെ വീതി ഉണ്ടോ. നമ്മൾ ഈ ഭാഗത്ത് എവിടെ നിന്നാണ് ലോഡ് കയറ്റണേ. അവിടേക്കാണ് ഇപ്പോൾ പോണ ബൈക്കിൽ. നമ്മുടെ വണ്ടി ഇവിടേക്ക് വരില്ല. അപ്പോൾ ഇവിടുന്ന് പിക്കപ്പിൽ മാറ്റി കയറ്റി അവിടെ കൊണ്ടുപോകണം. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളോട്ട് അധികവും റബ്ബർ കൃഷിയാണ്. റബ്ബറിന് വില കൂടിയില്ലേ ഇപ്പോൾ? റബ്ബറിന് വിലയുണ്ട്. ഇനി റബ്ബർ ഷീറ്റിന് വില കൂടുമ്പോഴാണ് അത് കേന്ദ്ര സർക്കാർ എന്താ ഇറക്കുമതി തീരുവ കുറയ്ക്കുക, അങ്ങനെ കൂട്ടുകയും ചെയ്തു. അതാണ് ഇറക്കുമതി റബ്ബർ ഇല്ല ഇപ്പോൾ. റബ്ബറിന് വില കൂടിയത് നമുക്ക് നമുക്ക് ചെറിയ റബ്ബർ തടി കച്ചവടം ഉള്ളതാണ്. കെണിയാണല്ലോ. അതെ ഇവിടെ നിന്നാണ് ലോഡ് കയറ്റേണ്ടത്. അതെ ആ പിക്കപ്പിൽ സാധനങ്ങൾ മാറ്റി കയറ്റുണ്ട്. അമ്പോ ഇവിടുന്ന് ഇത് 4 വീലൊന്നുണ്ടല്ലേ പിക്കപ്പ്? അല്ലെങ്കിൽ ഈ സാധനം ഒന്നും കയറി വരില്ലേ. 4 വീലാണ് പിക്കപ്പ്, അല്ലെങ്കിൽ സാധനം എങ്ങനെ കയറി വരാനാണ്? ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റുന്ന ലോഡുകൾ കേട്ടോ. ഇതിവിടെ ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതായത് വീട്ടിലേക്കുള്ള ഫർണിച്ചർ സാധനങ്ങൾ പണിത് കൊടുക്കുന്ന യൂണിറ്റാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണത്. ഇതൊക്കെ ഞങ്ങളുടെ മരോട്ടിച്ചാല് പോലത്തെ ഒരു സ്ഥലം തന്നി ഗ്രാമപ്രദേശം കേട്ടോ. തനി ഗ്രാമപ്രദേശമാണ്, പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ഇത് ബായിമാരാണ് ഇവിടെ ലോഡ് കയറ്റണേ. നമ്മുടെ വണ്ടി അവിടുന്ന് ലോഡ് കയറിയ 4 വീലിൻ്റെ പിക്കപ്പ് കയറി വരികയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റി 9 നോക്കിയാൽ കയറണം നോക്കിയാൽ. രസം തന്നെ കേട്ടോ. കയറണം നോക്കിയാൽ നടന്ന് 4 വീൽ തന്നെ പറ്റുള്ളത്. കല്ലൊക്കെ അടിച്ചോളൊക്കെ. ഇതാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള സാധനം. പോവാ അധികം ഭായിമാർ വന്നിട്ട് ലോഡ് കയറ്റാൻ. 4 വീൽ തന്നെ പറ്റുള്ളൂ കേട്ടോ. അതൊന്ന് കാണിച്ചാ 4 വീൽ എങ്ങനെ കാണിച്ചേ? ഇപ്പൊ 4 വീലായാ? ഇപ്പൊ 2 വീല്. ഇനി ഇത് ബാക്കിൽ കിട്ടുന്ന 4 വീലില്ല. ക്ലച്ച് നമ്മൾ സാധാരണ വണ്ടിയുടെ മാതിരിയല്ല. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടാ. അപ്പോൾ നമ്മളിപ്പം ഈ 4 വീലിടുമ്പോൾ ഈ വണ്ടി ഗിയർ ഫസ്റ്റിലേക്ക് ഇടണം. അപ്പോൾ
ഫസ്റ്റ് ഇടല്ലേ? അത് ഫസ്റ്റും മറ്റേത് തട്ടിയിട്ടില്ല. ആ അതുപോലെ തന്നെ അല്ലേ? ഇപ്പൊ നമ്മള് ന്യൂട്രാക്കി അല്ല ഇപ്പൊ ഇപ്പൊ ആദ്യമായില്ല. എനിക്കറിയാത്ത ഞാൻ ഇതുവരെ 4 വീല് ഓടിച്ചിട്ടില്ല കേട്ടോ. ഇല്ലല്ല, ഞാൻ ഇതുവരെ ഓടിച്ചില്ല. നമ്മൾ ഓടിക്കാത്ത കാര്യം നമ്മൾ ഓടിച്ചു പറഞ്ഞത്. ഞാൻ ഇതുവരെ 4 വീല് ഓടിച്ചിട്ടില്ല. റബ്ബർ തോട്ടങ്ങളോട്ടോ. ഇതൊക്കെ എസ്റ്റേറ്റ് കണക്കിന് ആയിരിക്കില്ലേ? ഒരു എസ്റ്റേറ്റിലാവൂലേ? എൻ്റെ ഇത് 36 രൂപ. ഒപ്പോടെ റെനോ 10 Pro 5G ആണ്. നമ്മളങ്ങനെ റോട്ടിലേക്ക് എത്തി. നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് എത്തി. ഇതിപ്പോ എത്ര ട്രിപ്പ് അടിക്കുന്നവര് എടാ? എടാ നമ്മുടെ വണ്ടിയിലേക്ക് സാധനം എത്തിയിട്ടാ. നീ ഒരു ചേട്ടന്മാരെ മാറ്റി കയറട്ടെ. നീ ഇതിന് നമ്മുടെ ഈ വണ്ടിയിൽ നിന്ന് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റും. ലോഡൊന്നും ഇല്ല. ഇത് മഴ പെയ്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിച്ചു മഴ പെയ്ത് എങ്ങനെ പായിടണം. അപ്പൊ ഞാൻ പറഞ്ഞു മഴ പെയ്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നനഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അഴിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ അവിടെ കുളിച്ച് കഴിഞ്ഞപ്പോഴേ അവിടെ കോട്ടയത്ത് നമ്മളെ കോടിമത കുളിച്ചപ്പോൾ ആ ഡ്രസ്സൊക്കെ മുന്നത്തെ ഡ്രസ്സും ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ അലക്കി. അപ്പോൾ വണ്ടിക്കകത്ത് ഇടാൻ ഇട്ടിട്ട് ഉണക്കി ഇനി കുറച്ചുകൂടെ ഉണങ്ങാണ്ട്. അപ്പോൾ നമ്മുടെ ആ ലോഡ് കയറുന്നിടത്തൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ ഇടാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു അഴകെട്ട സംഭവം കയറുണ്ട്. ഒരു അഴകെട്ടാൾ ഗ്യാപ്പ് കാണാനില്ല. അത് അല്ലെങ്കിൽ ഇവിടെ കെട്ട ഇവിടെ കെട്ടിയാൽ ഇപ്പം ഈ മരത്തിൻ്റെ സാധനം കയറ്റണ കാരണേ ഭയങ്കര പൊടിയാണ്. അപ്പം അത് കാരണം ആണ് ഇവിടെ വല്ല മരം സംഭവം നമ്മുടെ കയറിയിരിക്കുന്നു. ഇവിടെ കയറ് കെട്ടാൻ വല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ കയറ് കെട്ടിയിട്ട് ഇതായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ചേട്ടാ നോക്കിയാ ഈ പോസ്റ്റിന് നടക്കുക ഗ്യാപ്പിൽ കയറ് കെട്ടിയല്ലോ. എൻ്റെ കയറുണ്ട്. കെട്ടിയിട്ട് അത് വിട്ടിട്ട് പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ ഞാനിവിടെ ഇരുന്നാൽ പോരെ. അത് നല്ല ഐഡിയ. അപ്പോൾ ഇവിടെ കെട്ടാം നമുക്ക്. ഇത് കണ്ട ഡ്രസ്സ് ഞാനിവിടെ വിരിച്ചിട്ടു. രണ്ടും ഇവിടെ വണ്ടിയിലാണ് കയറെടുത്തിട്ട് ഇവിടെ വിരിച്ചിട്ടു. ഇവിടെ കയറിൻ്റെ ബാക്കി ഇവിടെ കിടക്കണേണ്ട. കയറെടുത്ത് ഇവിടെ വിരിച്ചിട്ടു. കാരണം അപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ഒരു അരമണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ അല്ല 1 മണിക്കൂർ അങ്ങനെയൊക്കെ മഴ പെയ്യാതെ കിട്ടുകയാണെങ്കിൽ ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കില്ല കേട്ടോ. പാർട്ടി നമുക്ക് ഭക്ഷണം മേടിച്ചോണ്ട് തന്നെ വണ്ടി ഇവിടെ ലോഡിട്ട് മാറ്റി കയറ്റണം. അപ്പോൾ കയറ്റി കഴിയുമ്പോൾ എന്തായാലും നേരം പിടിക്കും. കുറേ പിടിക്കും സമയം. കുറേ നേരം പിടിക്കും എന്തായാലും. അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരം ഉണ്ട്. അവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പം ഇനി കഴിക്കട്ടെ കേട്ടോ. കഴിക്കട്ടെ. നമ്മുടെ ലോഡ് അങ്ങനെ കയറ്റി ഏറെക്കുറെ പകുതിയായി. ഇനി ഒരു ലാസ്റ്റിന് ഇത്രയും ഭാഗത്ത് കുറച്ചുകൂടെ ലോഡുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ആ പായ ഇട്ട് നിർത്താം. അപ്പോൾ ഹിന്ദിക്കാരെ കൊണ്ട് അത് കയറ്റി കഴിയുമ്പോൾ തന്നെ കൊണ്ടുവരാൻ എന്തായാലും അരമണിക്കൂറോളം പിടിക്കും. അപ്പോൾ നമുക്ക് ഹിന്ദിക്കാരെ കൊണ്ട് പായം കെട്ടിക്കാം. അപ്പോൾ ബുദ്ധിക്ക് കളിക്കാമല്ലോ നമുക്ക്. വേഗം തന്നെ സാധനം എന്താ പറയുക പായിട്ട് വെക്കാം വേഗം. മറ്റേ ആ ഒറ്റ പായ ഇടുന്നുള്ളൂ. നീലപ്പായ മാത്രമേ. ഇപ്പോൾ നനഞ്ഞാലും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. അപ്പം പായിടാൻ നോക്കട്ടെ. നമ്മളങ്ങനെ കെട്ടി പകുതിയായി. പകുതി കെട്ട് കഴിഞ്ഞു. ഇവിടെ വേണ്ട അവർ അടുത്ത ലോഡ് വരുമ്പോഴത്തേക്ക് എൻ്റെ കെട്ട് പകുതി കഴിഞ്ഞു. ഇവിടെ ആകെ ബേക്കിലുണ്ടോ 1 2 3 4 5 ഉക്കൂടെ ഇട്ടാണ് ബേക്കിൽ. നീലപ്പായ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. മറ്റേ വലിയ പായ ഇട്ടില്ല. നീലപ്പായ കുഴപ്പമൊന്നുമില്ല. അടിപൊളി പായ. നീലപ്പായ മാത്രമേ ഇട്ടുള്ളൂ. നീലപ്പായ മാത്രമേ ഇട്ട് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹിന്ദിക്കാരുടെ ഇനി അവരുടെ വണ്ടി വരിക. അവരുടെ വണ്ടി വന്നു കഴിയുമ്പോൾ മറ്റേ എന്താ പറയുക മാറ്റി കയറ്റി ഒറ്റ ലോഡ് കൂടെ വരാനുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ കെട്ടി. ഒറ്റ ലോഡ് വന്നു കഴിഞ്ഞാൽ അത് കെട്ടിക്കഴിഞ്ഞാൽ ടൈന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്തായാലും ഇപ്പോൾ പോവില്ല. രാത്രി 10 മണി വണ്ടി എടുത്ത് ഹൈവേയിലൂടെ നിർത്തിയിട്ട് രാത്രി ഒരു 10 മണിയാകുമ്പോൾ എടുത്ത് പോകും. അപ്പോൾ നേരം വിളിക്കുമ്പോൾ നമുക്ക് അവിടെ നേരം വെളുക്കണ്ട. ഒരു 4 ഇവിടുന്ന് തെങ്കാശി വരെ ഓടിപ്പോയാൽ പോരെ എത്താനോ. നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള അവസാനത്തെ ഭാഗം വന്നു കേട്ടോ. അവസാനത്തെ ലോഡും വന്നു. അതിന് കടത്ത് അങ്ങോട്ട് റിവേഴ്സ് വെക്കുക. ഞാൻ ആദ്യം ഫസ്റ്റ് പ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയുള്ളൂ. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ലേ. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. എന്ത് കാര്യത്തിന് അങ്ങോട്ട് പോകണം. ഇവിടെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് കാറ്റും കൊണ്ട് വിട്ടിരിക്കാമല്ലോ. അതാണ് കെട്ടണ ലോഡ്.
സാധനത്തെ ഭാഗം വന്നു. നമ്മൾ പായൊക്കെ ഇട്ട് പകുതി ഇട്ട് കഴിഞ്ഞ് നമ്മൾ പായ നമ്മൾ പകുതി ഇട്ട് കഴിഞ്ഞ് സെറ്റപ്പാക്കി നിർത്തിയേക്കുക. നമ്മുടെ ലോഡ് കാറ്റിൽ കഴിഞ്ഞൂട്ടാ. ഭായിമാർ പോകണം, ചേട്ടന്മാരും പോകണം. ഇനിയിപ്പോൾ ഞാൻ പായിട്ട് ഇട്ടാൽ ഞാനും കാര്യങ്ങൾ കഴിഞ്ഞത്. അങ്ങനെ ഭായിമാർ ലോഡ് കയറ്റി ഭായിമാർ അതേപോലെ ചേട്ടന്മാർ ലോഡ് കാറ്റിൽ കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. ലോഡ് കാറ്റിൽ കഴിഞ്ഞൂട്ടാ. ഓക്കേടാ. ഇനി പായിട്ടിട്ട പായെന്നില്ല, നമ്മൾ കെട്ടി പകുതി കഴിഞ്ഞല്ലോ. ഇനി അപ്പോൾ ഒന്ന് ബാക്കൊന്ന് ഇട്ട് കെട്ടുക, എന്നിട്ട് പോവുക. ഇപ്പോൾ പോകുന്നില്ല, നമ്മളവിടെ എല്ലാം താഴ്ചകളിൽ ഇറക്കുന്നത് ഇതിലൂടെ കുളിക്കാൻ്റെ സ്ഥലം പുഴയുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി എടുത്ത് പോകാൻ വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ ലോഡെല്ലാം കയറ്റി പായെല്ലാം ഇട്ട് കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ. ഇനി വണ്ടി എടുത്ത് പോവാ, താഴത്ത് പോവാ. തുണി എടുക്കും ഓർപ്പിച്ചാൽ നന്നായി, അല്ലെങ്കിൽ വിട്ടുപോയി മറന്നു പോയത്. നമ്മൾ നേരത്തെ അവിടെ ഇട്ട തുണിയില്ലേ, നമ്മൾ നേരത്തെ അലക്കിയിട്ട തുണിയില്ലേ, തുണിയോടെ അഴകെ കെട്ടിയിട്ടേക്കാണ്. അത് ഭാഗ്യ ചേട്ടാ ഓർമ്മിപ്പിച്ചത്, അല്ലെങ്കിൽ മറന്നുപോയനെ. കേട്ടേക്കണം ഇപ്പം നല്ല ഉണങ്ങി നല്ല സെറ്റപ്പ് അതിൻ്റെ സാധനം അല്ല. ഞാൻ അഴയൊക്കെ കെട്ടി സെറ്റപ്പൊക്കെ ഇട്ടാണ് ഞാൻ അതെടുക്കുക. സെറ്റപ്പൊക്കെ ഇട്ട് ഉണങ്ങി നല്ല പൊരിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട്. എന്നാണ് നമ്മുടെ കൂടെ പറഞ്ഞ ആള്. അപ്പോൾ ഞങ്ങൾ താഴ്ത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്താൻ ഇനി കുളിച്ചിട്ട് ഒരു 10 മണിയായിട്ട് എടുത്ത് പോകണല്ലോ. ഇപ്പോൾ പോയാലേ പ്രാന്താവും. അയ്യം മേടിക്കാം നമുക്ക്. നമ്മളങ്ങനെ താഴ്ത്തേക്ക് പോവാണ്. ആ ചേട്ടൻ പോയിട്ട് ഞാൻ ചേട്ടൻ്റെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരികയും ചെയ്യണം. അപ്പോൾ എനിക്കൊന്ന് കുളിക്കുകയും ചെയ്യണം. അപ്പോൾ രണ്ടാളുടെയും കാര്യം നടക്കും. എന്തായാലും നമ്മൾ പോവില്ല, 10 മണി കഴിഞ്ഞിട്ട് പോവില്ല. കാരണം ഈ നേരത്ത് പോയാലേ കേരളത്തിൽ ആ പുനലൂർ ടൗണൊക്കെ പാസ്സാവണമെങ്കിൽ ഇവിടെ എത്തലുണ്ടോ ഏട്ടാ പുനലൂർ? ഒരു 2 മണിക്കൂർ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് 8 മണിയാകുമ്പോൾ പുനലൂർ എത്തും. 8 അല്ല, ഒരു 9 മണിയാകുമ്പോൾ. നല്ല തിരക്കിന് നേരത്ത്. അപ്പോൾ 10 മണിക്ക് പോയില്ലേ, ഒരു 12 മണിയാകുമ്പോൾ സുഖമായിട്ട് പുനലൂരൊക്കെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ പാസ്സായില്ല. അതേപോലെ സിമ്പിളായിട്ട് പാസ്സായി പോവാം. വീടുകളും കപ്പകളും എന്താ അമ്പലമാണത്? ഇത് അമ്പലമാണല്ല, മൂലസ്ഥാനം. ചെറുവള്ളി ഞങ്ങളുടെ നാട് പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഞങ്ങളുടെ മരോടിച്ചാല് പോലെ തന്നെ. പക്ഷെ മരോടിച്ചാല് ഇത്രയും കയറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊ അടുത്ത ആഴ്ച വരും മടല. നമ്മുടെ കൂടെ പറഞ്ഞ ചേട്ടന്റെ ജന്മസ്ഥലം ഞങ്ങളുടെ നാടാ വാരന്തരപ്പള്ളി. എന്റെ ജന്മസ്ഥലം ഇതും. എന്റെ ജന്മസ്ഥലം ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ പുന്നവലിക്ക്? 5 കിലോമീറ്റർ. അതായത് നമ്മളിപ്പോൾ ലോഡ് കയറ്റിയെടുത്ത ഒരു 5 കിലോമീറ്ററുള്ള ഞാൻ ജനിച്ച സ്ഥലത്തേക്ക് പുന്നവേലി. ഈ ചേട്ടൻ ജനിച്ച സ്ഥലത്തേക്ക് എൻ്റെ നമ്മുടെ വീട് മരോടിച്ചാലിൽ നിന്ന് 5 കിലോമീറ്റർ. അത് അടുത്ത ആഴ്ച കൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ വരുമ്പോൾ ആളെ കാണാൻ നമുക്ക്. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് കാണാം. അനുമ്പോൾ കറമ്പാൻ നമുക്ക് താഴത്ത് പോയിട്ട് കുളിക്കിനടുത്ത് എന്നിട്ട് നിർത്താട്ടാ. ഇത് കുറേ ദൂരം ഉണ്ടോ? നിർത്തിട്ടാൻ പാടില്ല. ഹൈവേയിൽ ഇറങ്ങിയിട്ട് നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കയറിയിട്ടാ. ആ വഴിക്ക് ചെറിയ വഴിക്ക് വന്ന് നമുക്കൊരു വലത്തോട്ടല്ലേ? വലത്തോട്ട് കയറ്റി നമ്മൾ ഇവിടെ പുഴ എവിടെ പറഞ്ഞ ഏത്? അതാ കാണണ പുഴ. നമുക്കപ്പോൾ ഇവിടെ കയറിയിട്ട് ഇനി കുളിക്കണമെന്ന്. അതാ കാണാൻ മുന്നിൽ കാണണ പുഴ. അങ്ങനെ നമ്മൾ ഹൈവേയിൽ കയറി. ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവിടെ മണ്ണ് പതിയാ. ഗ്ലാസ്സൊക്കെ തുടയ്ക്കണം. അടിപൊളി സ്ഥലം. ഇറങ്ങാൻ സ്ഥലമുണ്ടോ പുഴയില്? നമ്മളങ്ങനെ ഇവിടെ വണ്ടി കൊണ്ടൊന്ന് സൈഡ് ആക്കിക്കണ്ട. ശ്രീ ചിത്ര തിരുനാൾ മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂൾ ചെറുവള്ളി ഉണ്ടാ. ഞാൻ അവിടെ വണ്ടി നിർത്തിയില്ല. കാരണം വെച്ചാൽ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ട് നിർത്തി. കാരണം വെച്ചാൽ അവിടെ വീതിയില്ല. അപ്പോൾ ഇവിടെ നല്ല വീതി ഉണ്ട്. അപ്പോൾ ഇനി പുറകിൽ പോയിട്ട് കുളിക്കാം. വേണ്ട, ഇതെൻ്റെ കുളിക്കാനുള്ള സോപ്പ് പൊട്ടിയാണ്. ഇതിലെല്ലാം ഉണ്ട്. സോപ്പ്, ജീപ്പ്, എല്ലാ സാധനം ഉണ്ട് അതിനകത്ത്.
തോർത്തുമുണ്ട്. എൻ്റെ പുറകിൽ ഇറങ്ങാനുള്ള കടവുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി കുളിക്കുക. അപ്പോൾ ആ ചേട്ടൻ ആളുടെ വീട്ടിലേക്കും പോയി. ഇനി രാത്രി ഒരു 10 മണിയാകുമ്പോൾ എടുത്ത് പോകാമല്ലോ. ഇതാ കാണാണ് പുഴ. അവിടെ എല്ലാം പോയി കുളിക്കാം. സെറ്റപ്പ് നോക്കാം നമുക്ക്. ഇതിൽ പിള്ളേ കണ്ടോ, നമ്മളിപ്പോൾ വണ്ടി ഇട്ടെടുത്തേ ഒരു 2 കിലോമീറ്റർ നടന്നിട്ടപ്പോ തൊട്ടടുത്ത് കടവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കടവ് പോയിട്ട് സാധനം കാണാനില്ല. ഇത്ര ബുദ്ധിമുട്ടായിരുന്നു അറിയാതെ ഞാൻ ആ ലോഡ് കയറ്റെടുത്ത് കുളിച്ചേനെ. അവിടെ പൈപ്പിൽ എടുത്ത് കുളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഉണ്ടാവട്ടെ കടവ്, നമ്മൾ കാണണ്ടാവും, വല്ല നടന്നു പോകണം വല്ല വഴിയായിരിക്കും. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചു പറഞ്ഞു ഇവിടെ അങ്ങോട്ട് കടവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തടത്ത് ഇറങ്ങി കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞു പോവാൻ മറ്റേ കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ പെട്ട പോലെ പെടും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ചെക്ക് ഡാം എന്ന് പറഞ്ഞത്. എന്താ വെള്ളം വീണു നോക്കിയേ. ആ ഇവിടെ ഒരു കണ്ടപ്പോ ഒരു കടവ് കണ്ടു. ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നെ എന്തിട്ട് ഒഴുക്കാണ്ടിട്ട് പേടിയാവണം. ഓമ്പൂ എന്തിട്ട് ഒഴുക്കും നോക്കിയാ. തുണിയൊക്കെ കേട്ടോ എന്തായാലും. എന്നിട്ട് ആലോചിക്കാൻ കുളിക്കണ വേണ്ടിയൊന്നും. അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞു. പേടിച്ച് എന്നാ കുളിച്ചേ. ഞാൻ സ്റ്റെപ്പിൽ നിന്നിട്ട് കുളിച്ചു. അങ്ങനെ ഇറങ്ങിയിട്ട് കുളിച്ചാ ബക്കറ്റിൽ കോരി കുളിച്ചേ. എന്തോ ഒഴുക്കുന്നു നോക്കിയാണ്. ആ മുകളിലൊക്കെയാണ് വെള്ളം വേണം. ഭയങ്കര ഒഴുക്കുന്ന അടിപൊളി ഒഴുക്കാ. ഭയങ്കര ഭയാ. എന്താ ആ കൊണ്ടുവന്ന ഡ്രസ്സ് അലക്കി നേരെ പോട്ടെ. റോട്ടിൽ കയറി പോവാ. ഇനി നേരെ വണ്ടി എടുത്ത് ഇവിടെ 2 കിലോമീറ്റർ നടക്കണം. നമ്മ അങ്ങനെ റോട്ടിൽ കയറി ഉണ്ടോ. ഇത്ര താഴ്ത്തതിൻ്റെ വന്നേ. അങ്ങനെ റോട്ടിൽ കയറി ഇരുട്ടായി. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നമ്മൾ കുളിച്ച് അടിപൊളിയായിട്ട് ഇവിടെ വണ്ടി എടുത്ത് വന്നു. ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്നലെ ഈ ഡ്രസ്സ് അലക്കിയിട്ടത് കാരണം ഷൂട്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇന്നിട്ട ഡ്രസ്സ് നമ്മൾക്ക് അവിടെ കൊണ്ടുപോയി നമ്മൾ അലക്കി. അവിടെ അതൊരു മുണ്ടും ഒരു കാക്കിയുടെ ഒരു ഇത് മാത്രമാണ് നമ്മൾ വേണ്ടത്. അതവിടെ അലക്കിയിട്ട് വേണ്ട. അപ്പോൾ പോണ നേരത്ത് എടുത്തു പോകാമല്ലോ നമുക്ക്. അപ്പോൾ എന്നുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം കണ്ടോ 7:11. 7:11. ഇനി ഇവിടുന്ന് ഒരു രാത്രി ഒരു 10 മണിയാകുമ്പോൾ എടുത്തു. 10 മണിയാകുമ്പോൾ എടുത്തു പോയി കഴിഞ്ഞാൽ വഴിയിൽ തിരക്കുണ്ടാവില്ല. കാറുകാർ ബൈക്കുകാർ ഓട്ടോക്കാർ തിരക്കുണ്ടാവും. സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരുനെൽവേലി എത്താം. ലോഡൊക്കെ നടത്തി എത്താം. 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്താം. അപ്പോൾ കാലത്ത് തന്നെ ലോഡ് ഇറക്കി കിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനുണ്ട്. അവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക. അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊണ്ട് വീഡിയോ നിർത്തുന്നത്.